പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചെറിയ ചിന്ത ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. രണ്ടാമത് ഒരു വാക്യം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഈ ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഈ 14-ാം അധ്യായം 16-ാം അധ്യായവും യേശു കർത്താവ് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിലൂടെ ചെയ്യുവാനിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ഈ 16-ാം അധ്യായത്തിൻ്റെ തുടക്കം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു, യേശു തൻ്റെ പീഡനത്തെക്കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടാണ് തുടർന്നുള്ള യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു പോയാലും പരിശുദ്ധാത്മാവ് തങ്ങളുടെ കൂടെ വരുമെന്നും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നും വളരെ വ്യക്തമായി അവൻ സ്വത്രം നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ്. ദൈവമക്കളെ, ഇവിടെ നിന്ന് എനിക്ക് പറയുവാനുള്ള ഒരു ചെറിയ ചിന്ത, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായിരുന്നാലും, നമ്മുടെ ബാല്യം ആയിക്കോട്ടെ, കൗമാര്യമായിക്കോട്ടെ, അപ്പോൾ തന്നെ നമ്മുടെ വാർദ്ധക്യകാലമായിക്കോട്ടെ, യൗവനകാലമായിക്കോട്ടെ, ഏത് കാലഘട്ടത്തിലും നമ്മളെ പിന്തുടരുന്ന, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഒരു ഘടകമാണ് പാപം എന്ന് പറയുന്നത്. ഈ പാപത്തെ നമുക്ക് എങ്ങനെ ജയിക്കുവാൻ കഴിയും? ഒരു വിശ്വാസി എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തോട് അടുത്ത് ജീവിക്കണം, ദൈവവുമായിട്ടുള്ള ഒരു വാസം, ഒരു ബന്ധം പുലർത്തണമെന്നാണ്. എന്നാൽ ഈ ആഗ്രഹം എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളപ്പോൾ തന്നെയും പാപം എന്നൊരു ഘടകം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഈ വാക്യം വായിച്ചപ്പോൾ മറ്റൊരു ചിന്തയാണ് ദൈവം എനിക്ക് തന്നത്. എങ്ങനെ സ്വത്രം പാപത്തെ ജയിക്കുവാൻ കഴിയും? അപ്പോൾ ദൈവാത്മാവ് തന്ന ചിന്ത ഇതാണ്: പാപത്തെ നമ്മൾ സ്വത്രം ജയിക്കുവാൻ നോക്കുമ്പോൾ തന്നെ പാപം ഉണ്ടാകുവാനുള്ള സാഹചര്യം, ആ സാഹചര്യത്തെ നമ്മൾ ഇല്ലാതാക്കുകയാണ് നാം ആദ്യം ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ജന്മം നൽകിയ എൻ്റെ പിതാവിൻ്റെയോ എൻ്റെ മാതാവിൻ്റെയോ കൂടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് പോവുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. എൻ്റെ യൗവന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കൂട്ടുകാരോടൊത്ത് ഒരുമിച്ച് പോകുമ്പോൾ ബൈബിളിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പൊട്ടച്ചൊല്ല്, കളിവാക്കുകൾ, ചീത്തതരം സൂക്ഷിക്കണമെന്നുള്ള ഒരു ഭാഗം. എന്നാൽ ഇത് പലപ്പോഴും ഒരു യൗവനകാലത്തിൽ ഒരു യൗവനക്കാരന് നേരിടുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും അവനൊരു ദൈവ പൈതലനാണെന്നുള്ള ബോധം ഉള്ളപ്പോൾ തന്നെയും പലപ്പോഴും ഇത് മറന്നു പോകുന്ന ഒരു സാഹചര്യം വരും നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ. എന്നാൽ ഈ അതേ സെയിം അവസ്ഥയിൽ, അതേ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ഒരുപക്ഷെ സംസാരമായിരിക്കാം, നമ്മുടെ നോട്ടമായിരിക്കാം നമ്മളെ തെറ്റിക്കുന്നത്, പാപം വരുവാനുള്ള ആ സാഹചര്യം. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ എനിക്ക് ജന്മം നൽകി എൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കൂടെ പോകുമ്പോൾ ആ സാഹചര്യം അവിടെ ഉണ്ടാകുവാനുള്ള ആ ഒരു അവസരം വളരെ ചെറുതാണ്. കാരണം ഞാൻ എപ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ എന്നെ ഭരിക്കുന്ന ഒരു ഘടകമുണ്ട്. എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ നോട്ടം, എൻ്റെ സംസാരം എപ്പോഴും എന്നെ ഭയപ്പെടുത്തുന്നതാണ്. ഞാൻ നല്ലതായിട്ട് പെരുമാറണം. ഈ ഒരു ചിന്ത തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന ഒരു കാര്യസ്ഥൻ സ്വതന്ത്രം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബോധ്യമാണ് എപ്പോഴും നമ്മളെ ഭരിക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ ഒരു ബോധ്യം നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ മേഖലയിൽ നമ്മളെ ഭരിക്കുവാണെങ്കിൽ പാപം എന്നുള്ളൊരു ഘടകത്തെ സ്വതന്ത്രം നമുക്ക് വെറുത്ത്, അല്ലെങ്കിൽ ആ പാപം ഉണ്ടാകുവാനുള്ള സാഹചര്യത്തെ നമുക്ക് ഇല്ലാതെയാക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസി മനസ്സിലാക്കുക, പാപത്തെ ഒഴിവാക്കുന്ന അതേ സമയം തന്നെ പാപം ഉണ്ടാകുവാനുള്ള സാഹചര്യത്തെ നിങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ ലൈഫിൽ നിന്ന്. അങ്ങനെ ചെയ്താൽ ദൈവവുമായിട്ടുള്ളൊരു വലിയ ബന്ധം അത് മുറിഞ്ഞു പോകാതെ ആ ബന്ധത്തിൽ തുടരുവാൻ നിങ്ങൾക്ക് കഴിയും. ഏത് പ്രായമായിക്കോട്ടെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബാല്യമായാലും കൗമാരമായാലും യൗവനമായാലും വാർദ്ധക്യമായാലും ഈ ഒരു ചിന്ത എപ്പോഴും ഒരു വിശ്വാസിയെ, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന അറിവുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കുക. പിതാവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ അതേപോലെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജോലി മേഖലകളിൽ, എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുന്ന മേഖലകളിൽ, ഞാൻ വാഹനം ഓടിക്കുമ്പോൾ, ഞാൻ മറ്റെവിടെ പോയാലും ഈ കാര്യസ്ഥൻ എൻ്റെ കൂടെയുണ്ടെന്ന് ഉള്ള ഒരു വലിയ ബോധ്യം നമ്മളെ ഭരിക്കേണ്ടത് അത്യാവശ്യമാണ്. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതിരിക്കുക, നടക്കുന്ന സാഹചര്യത്തെ ഒഴിവാക്കുക, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, ഇരിക്കുന്ന സാഹചര്യത്തെ ഒഴിവാക്കുക. നിങ്ങൾ ഈ സാഹചര്യങ്ങളെ ഒഴിവാക്കി
മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പാപത്തെ നിങ്ങൾക്ക് ആമേൻ സ്തോത്രം അതിനെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രവൃത്തി എന്നുള്ളത് പല രീതിയിലാണ് പോകുന്നത്. അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ചിന്ത നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ പാപത്തെ വെറുക്കുന്നതിനോടൊപ്പം തന്നെ പാപം ഉണ്ടാകുവാനുള്ള സാഹചര്യത്തെയും നമുക്ക് വെറുക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതെയാക്കുവാൻ കഴിയും. ഈ ഒരു ചെറിയ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.